ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും പേടി വരത്തില്ല. കാരണം എന്താ? ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മരണം വഴിയായിട്ട് മാറ്റപ്പെടേണ്ടവരാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും എന്റെ സന്ദേശം ശ്രദ്ധിക്കുന്ന നിങ്ങളാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്നും മരണം വഴിയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റപ്പെടും. ഇവിടെ നമ്മൾ എന്തെല്ലാം നേടിയുണ്ടെങ്കിലും എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല, അല്ലെ? അനേക മഹാന്മാരുടെ ജീവിത അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ അതുപോലെ നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രിസ്തുവിനെ അറിഞ്ഞാൽ, ഒരു ദൈവ ഇതിലായി ജീവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കണ മണ്ഡലങ്ങളെ ക്രമീകരിച്ച് ജീവിച്ചാൽ അതിനുള്ള ഗുണം എന്താ? നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമുണ്ട്, ഈ ഭൂമിയിൽ സമാധാനമുണ്ട്. നമുക്കൊന്നുമില്ലെങ്കിലും എന്തുണ്ട്? ഒരാത്മനിറവുണ്ട്, ആത്മസന്തോഷമുണ്ട്, ആത്മീക അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനമുണ്ടോ? അതാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യവാൻ വരെന്ന് പറയുന്നതിന് ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? 10 കോടി രൂപ ലോട്ടറി അടിച്ച ഭാഗ്യവാൻ എന്ന് ലോകം പറയുമ്പോൾ ദൈവമക്കളുടെ ഭാഗ്യം എന്താണ്? ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ കൃപകളാണ് നമുക്ക് ഭാഗ്യം എന്ന് പറയുന്നത്. രോഗമില്ലാത്ത ജീവിതം, നമുക്ക് ഈ ഭൂമിയിൽ ദുഃഖവും കഷ്ടതയും സങ്കടവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അല്ലെ? യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, അല്ലെ? ആ അനുഗ്രഹം ദൈവം നമുക്ക് ദാനമായി നൽകുന്ന. ഒരു ഭാര്യ കൂടെ ഉണ്ടെങ്കിലും സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. 5-6 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും അതിന് നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പലർക്കും പ്രഷറും ഷുഗറും രോഗബാധിതരാണ്. അത് എന്തെല്ലാം ഫ്രിഡ്ജിലുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? എത്ര പണം ലഭിച്ചാലും അത് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നു. എന്താ കാര്യം? അനുഗ്രഹമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. നമുക്ക് ആൺമക്കളും പെൺമക്കളും ഉണ്ട്, പക്ഷെ നോക്കാൻ വാർദ്ധക്യത്തിൽ ആളുകളില്ല, മക്കളില്ല. അപ്പോൾ അതാണോ നമുക്ക് ആവശ്യം? സന്തോഷവും സമാധാനത്തോടുള്ള ജീവിതമാണോ? ഭാര്യയും ഭർത്താവും മക്കളും, അല്ലെ? അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരു രോഗമില്ലാതെ, അല്ലെ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ആ സന്തോഷം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ലേ ഭാഗ്യമെന്ന് പറയുന്നത്. അത് ആർക്കാ ദൈവം ഒരുക്കിയിരിക്കുന്നത്? അത് ദൈവമക്കൾക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും, അല്ലെ? ക്രിസ്തുവിൽ അതെ നീതിയും സമാധാനവും. റോമർലേഖനം 13-ാം അധ്യായത്തിലാണ് ആ ഒരു വാക്ക് എന്റെ ആ ചിന്തയിൽ നിന്നും വിട്ടുപോയത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമർലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. 17-ാമത്തെ വാക്യം, അല്ലെ? റോമർലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഞാൻ ശബ്ദമുയർത്തി വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചു കൊള്ളണം. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. എന്തായിരുന്നു? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. സമയം വേഗത്തിൽ മുന്നോട്ട് പോയല്ലോ, എനിക്കിവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പം നമ്മളൊക്കെ ദൈവരാജ്യത്തിലാണ്, അല്ലെ? ലേഖനം 1:13 അതല്ലേ പഠിപ്പിക്കുന്നത്? ഇരുളിന്റെ അധികാരത്തിൽ നമ്മളെ രക്ഷിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ്. ഫിലിപ്പിലേഖനത്തിൽ പറയുന്നു, നമ്മുടെ വെറുതും സ്വർഗത്തിൽ അവിടെ നിന്നും കർത്താവായ യേശു പരിശുദ്ധമായി വരും നമ്മളെ ചേർക്കുവാൻ. അപ്പൊ എത്രയും മതി, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരും. അവിടെ പറയുന്നു, ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതാണ് ഒരു ദൈവഭക്തന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് അനുഗ്രഹം, അതാണ് ദൈവിക നന്മ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം?
ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചു കൊള്ളണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പരിശ്രമത്തിലൂടെയാണ് നമുക്ക് വളർന്നു വരാൻ കഴിയുന്നത്. പൗലോസും പഠിപ്പിക്കുന്നുണ്ട്, പല ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്നു അല്ലെ. ശ്രമിക്കണം. എന്തിനു പഠിപ്പിക്കണം? സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം അല്ലെ. ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവിടെ പറഞ്ഞത് സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനവിനും ഉള്ളതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പൊ ശ്രമിക്കാതെ വളരാൻ പറ്റത്തില്ല. അപ്പോൾ ക്രിസ്തുവിൽ വളരണമെങ്കിൽ, ക്രിസ്തുവിൽ തികഞ്ഞവരാണെങ്കിൽ ശ്രമിക്കണം. അന്യോന്യം സമാധാനത്തിനും ആത്മീക വർധനവിനും ഉള്ളതിനെ നമ്മൾ ശ്രമിക്കണം. അപ്പൊ എന്താ സമാധാനത്തിനുള്ളത്? എന്താ ആത്മീക വർധനവിനുള്ളത്? ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീകമായി വളരണമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ തമ്മിൽ തമ്മിൽ നമ്മൾ പ്രബോധിപ്പിക്കുക. ഒരുവൻ വീഴുന്നത് കണ്ടാൽ അവനെ കൈത്താങ്ങാൻ പണം കൊടുക്കുന്നതല്ല. പണം കൊടുക്കാൻ കഴിവുള്ളവർ കൊടുത്തോ, പണം അവർക്ക് ആവശ്യമാണ്, അർഹതയുള്ളവർ കൊടുത്തോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ കൈത്താങ്ങലിനേക്കാൾ ഏറ്റവും കൂടുതൽ വചനത്തിലുള്ള കൈത്താങ്ങലാണ്. പ്രാർത്ഥനയിലും വചനത്തിലുമുള്ള സ്നേഹത്തിലുള്ള ആ കൈത്താങ്ങൽ നിശ്ചയമായിട്ടും അവരെ വീഴ്ചയിൽ നിന്നും താങ്ങി നടത്തുവാൻ തക്കവണ്ണം എഴുതുന്നു. അപ്പോൾ അതുകൊണ്ട് ആത്മീക സന്തോഷത്തിനും സമാധാനത്തിനുമുള്ളത്, ആത്മീക വർധനവിന് വേണ്ടതിന് നിങ്ങൾ പരിശ്രമിക്കണം. അതുകൊണ്ട് നമുക്ക് പരിശ്രമിച്ച് വളരാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം അല്ലെ. ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ ഒന്ന് നമുക്ക് പരിശ്രമിക്കാം. ആ ആത്മീക സന്തോഷത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ തികഞ്ഞവരാകേണ്ടതിനും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആത്മീക വർധനവിന് വേണ്ടി എങ്ങനെയാണ് പരിശ്രമിക്കുന്നത്? നമുക്ക് അടുത്ത ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ, ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമയം കഴിഞ്ഞതോട് ഞാൻ അവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് കേൾക്കപ്പെട്ടു ക്രിസ്തുവിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, ആ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന്. അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിനെക്കുറിച്ച് തുടർന്നുമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ ദിവസം അടയ്ക്കാം. കേൾക്കപ്പെട്ട ദൈവജനത്തിന് മുമ്പാകെ ആർക്ക് സമർപ്പിക്കാൻ കഴിയും? നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ്. അത് പൗലോസ് പറഞ്ഞതുപോലെ വല്ലവിധനെയും മരിച്ചുവിടരുന്ന പുനരുദ്ധാനം പ്രാപിച്ച് ആ ദൈവത്തിന്റെ ആ പ്രതിഫലം പ്രാപിക്കുവാൻ, ദൈവം ഒരിക്കൽ കിരീടം പ്രാപിക്കുവാൻ, അത് നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ലോകം അതിവേഗത്തിൽ അത് നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അനർത്ഥങ്ങൾ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളായ നമ്മുടെ ലക്ഷ്യം എന്താണ്? യാത്ര എങ്ങോട്ടാണ്? ഓട്ടം എങ്ങോട്ടാണ്? നമുക്ക് തികയുവാൻ കഴിയുന്നുണ്ടോ? വളരുവാൻ കഴിയുന്നുണ്ടോ? ആത്മീക സന്തോഷത്തിൽ വളർന്നു വരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് ചോദന ചെയ്യാം. ഇല്ല എങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ എനിക്ക് പകരണമേ. ഒരു പുതിയ ഹൃദയം എന്റെ മേൽ തരണമേ. ഒരു പുതിയ കാഴ്ചപ്പാട് തരണമേ. ആ സ്നേഹത്തിന്റെ ഹൃദയം, കരുണയുടെ ഹൃദയം, ആർദ്രതയുടെ ഹൃദയം, മനസ്സലിവിന്റെ ഹൃദയം, ക്ഷമിക്കുന്നതിന്റെ ഹൃദയം, താഴ്മയുടെ ഹൃദയം, വിനയത്തിന്റെ ഹൃദയം, കർത്താവേ, ഒരുമയുടെ ഹൃദയം, ഐക്യതയുടെ ഹൃദയം, സമാധാനത്തിന്റെ ഹൃദയം, ആ സ്നേഹത്തിന്റെ ഹൃദയം എന്റെ മേലൊന്ന് പകരണമേ. പുതിയ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. വിടാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് തന്റെ മഹിമാതലതിയിൽ കളങ്കവും കറയുമില്ലാതെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുവാൻ, അങ്ങയെ സന്തോഷത്തോടെ സ്തുതിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ. കർത്താവേ, വാഞ്ചയോടെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് പകലകാലം അവിടുത്തെ കരങ്ങളിലേക്ക് ലോകം എല്ലാം മാറിപ്പോയാലും, ആകാശം മാറിയാലും, ഭൂമി മാറിയാലും, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ആ മാറ്റമില്ലാത്ത ആ സ്വർഗത്തിലെ ആ വാസസ്ഥലങ്ങൾക്കായിട്ട് സ്തോത്രം. അത് ശത്രു നശിപ്പിച്ച് കളയാതെ ഈ ലോകത്തിൽ പോരാടി അധ്വാനിച്ചുകൊണ്ട് ക്രിസ്തുവിൽ തികഞ്ഞവരായി വളരുവാൻ ഞങ്ങൾ ശ്രമിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ പേരൊന്ന് പകരണമേ. കർത്താവേ, ഇന്ന് പകലിൽ, ഈ രാത്രിയിൽ കർത്താവേ, വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ശാരീരിക രോഗികളെ സൗഖ്യമാക്കണമേ. പൈശാചിക ബാധകളിൽ നിന്ന് വിടിവിക്കണമേ. അന്ധകാരത്തിന്റെ കോട്ടകളിൽ നിന്ന് വിടിവിക്കണമേ. ഒരു ദൈവപ്രവൃത്തി ജനത്തിന് മേൽ വെളിപ്പെടുത്തണമേ. ആത്മീകമായ വളർച്ച പ്രാപിക്കുവാൻ, ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ, ഒരു പുതുകൃപയിൽ, ദൈവകൃപയിൽ, ദൈവശക്തിയിൽ ജനം വളർന്നു വരുവാൻ സഹായിക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കും. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.